വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനം നടത്തും. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. KECBയുടെ ബാധ്യത പൊതുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. യൂണിറ്റിന് 16 പൈസ നിരക്കിലാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. അടുത്ത സാമ്പത്തിക വർഷം യൂണിറ്റിന് 12 പൈസ വർദ്ധിപ്പിക്കാനും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. റോഷിപ്പാൽ നമുക്കൊപ്പം ചേരും. സുനുഷ അയ്യല്ലൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം റോഷിപ്പാലിലേക്ക് പോകുന്നു. റോഷിപ്പാൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്തായാലും കോൺഗ്രസ് ഇന്ന് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. പന്തം കൊളുത്തി പ്രകടനത്തിലാണ് മണ്ഡലം കമ്മിറ്റികൾ ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എപ്പോഴാണ് പ്രതിഷേധം തീരുമാനിച്ചത്? ഒരു ചെറിയ വർധനവ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്നലെ കൃഷ്ണൻകുട്ടി പറഞ്ഞതെങ്കിലും അത് ഇടത്തരം ജീവിതവും സാധാരണ ജീവിതവും ഒക്കെ നയിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വലിയ ബാധ്യതയായിട്ട് തീരും. ചുരുങ്ങിയ പക്ഷം അടുത്ത ഏപ്രിലിലെ 12 പൈസ കൂടി വർദ്ധിക്കുന്നത് സാഹചര്യത്തിൽ. അപ്പോൾ പ്രതിഷേധം ശക്തമാകുമോ റോഷിപാൽ? ഡോക്ടർ അരുൺകുമാർ, ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് എറണാകുളത്ത് ഇന്നലെ രാത്രി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം KECB ഓഫീസിന് മുന്നിൽ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് സംസ്ഥാന വ്യാപകമായി വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തും. അവിടെ കൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കാൻ അല്ല തീരുമാനം. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ജില്ലാ ആസ്ഥാനങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ. അത് പിന്നീട് UDFന്റെ പ്രതിഷേധമാക്കി മാറ്റാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇത് ആദ്യ പ്രതികരണമാണ്. കാരണം വൈദ്യുതി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടക്കുമ്പോൾ പോലും ഈ വൈദ്യുതി ചാർജ് വർധനവിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമാണ് പ്രതിഷേധം. നേരത്തെ 37 പൈസയോളം വർദ്ധിപ്പിക്കാനുള്ള ആവശ്യം KECB മുന്നോട്ട് വെച്ചപ്പോൾ അതിൻ്റെ പകുതിയോളം മാത്രം വർദ്ധിപ്പിച്ചെങ്കിലും അത് സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിക്കും എന്ന പരാതിയും വിമർശനവുമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മാത്രമല്ല മറ്റെല്ലാ തരത്തിലുള്ള വിലക്കയറ്റവുമുള്ള സമയമാണ്. അതുകൊണ്ട് ഈ നിരക്ക് വർധനവ്, അത് കാർഷിക മേഖലയിൽ അടക്കം നിരക്ക് വർധനവുണ്ട്, അത് താരതമ്യേന കുറവാണെങ്കിൽ പോലും. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. പ്രതിപക്ഷത്തിന് ലഭിച്ച രാഷ്ട്രീയ ആയുധമാണിത്, വൈദ്യുതി നിരക്ക് വർധനവ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ശക്തിയുക്തം ഇതിനെ എതിർത്ത് കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് നീങ്ങും. ഇന്ന് പന്തം കൊളുത്തി പ്രകടനം അത് തുടക്കം മാത്രമായിരിക്കും. അരുൺകുമാർ. ഓക്കെ, എന്തായാലും പന്തം കൊളുത്തി പ്രകടനത്തിൽ പ്രതിപക്ഷം ഇറങ്ങുമ്പോൾ സാധാരണക്കാരെങ്ങനെയാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിനെ കാണുന്നതെന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ റിപ്പോർട്ടർ അന്വേഷിച്ചിരുന്നു. നല്ല പ്രതികരണമാണ് വന്നത്. ഇതൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പല ആളുകളും പ്രതികരിച്ചത്. നമുക്കൊപ്പം